Premium selling secret number 4. Offer what people want to buy. Offer what people want to buy. Offer what people want to buy. അവർക്ക് ആവശ്യമുള്ളതെന്തോ അത് വിൽക്കുക. നമുക്കിഷ്ടമുള്ളതല്ല വിൽക്കേണ്ടത്. വാട്ട് പീപ്പിൾ വാണ്ട്, നോട്ട് വാട്ട് വി വാണ്ട്. എനിക്കിഷ്ടമുള്ളതല്ല ഞാൻ പഠിപ്പിക്കേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഞാൻ പഠിപ്പിക്കണം. എനിക്ക് പഠിപ്പിക്കാൻ ചിലപ്പം പല ടോപ്പിക്ക് കാണും എനിക്കിഷ്ടമുള്ളത്. എനിക്ക് രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, രാഷ്ട്രീയം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടം ഏതാണ്? നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണ്? സെയിൽസ്, മാർക്കറ്റിംഗ്, ബിസിനസ്, ക്യാഷ് ഫ്ലോ. അത് വേണം ഞാൻ പഠിപ്പിക്കാൻ. സോ നമ്മളുടെ കസ്റ്റമർക്ക് എന്താണ്, വാട്ട് ദേ റിയലി വാണ്ട് ടു ബൈ. പ്രീമിയം കസ്റ്റമേഴ്സിന്റെ ആവശ്യം എൻറ്റയർലി ഡിഫറെൻ്റാണ്. അത് നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് പ്രീമിയം കസ്റ്റമേഴ്സിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്ന്. നമുക്ക് ഈ നമ്മളുടെ പ്രൊഡക്റ്റിനോടും കമ്പനിയോടും സർവീസിനോടും ഒക്കെ ഇഷ്ടം കൂടിയിട്ടുണ്ടല്ലോ, ഇതിനോടങ്ങ് പ്രണയമാണ്, ഭയങ്കര പ്രണയം. എൻ്റെ പ്രൊഡക്റ്റ്, എൻ്റെ കമ്പനി, എൻ്റെ സർവീസ്, രോമമൊക്കെ എഴുന്നേറ്റിരിക്കും. പട്ടിണിയാണ് കിടക്കുന്നത്. പക്ഷെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ കസ്റ്റമർ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കി അത് ബിൽഡ് ചെയ്താൽ എവരിത്തിങ് വിൽ ചേഞ്ച്. എവരിത്തിങ്. 8 ബിസിനസ് ചെയ്ത് അടപടലം പൊട്ടിയവനാണ് ഞാൻ. ആ 8 ബിസിനസ്സും എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ ചെയ്തത്. ഇന്റീരിയർ ബിസിനസ് ചെയ്തു, കൺസ്ട്രക്ഷൻ ബിസിനസ് ചെയ്തു, റോഡ് കോൺട്രാക്ട് ബിസിനസ് ചെയ്തു, ജനറൽ ട്രേഡിംഗ് ബിസിനസ് ചെയ്തു, IT ബിസിനസ് ചെയ്തു, സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്തു. ഞാൻ ചെയ്യാത്തൊന്നുമില്ല. കസ്റ്റമർക്ക് കൂടിയേ തീരൂ എന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെഷൻ നിങ്ങൾ പഠിക്കാൻ പോകുന്നു. നിങ്ങൾ പ്രീമിയം സെല്ലിംഗ് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ പ്രീമിയം കൊണ്ടുവരണം എന്ന് പഠിക്കുന്നു. അതിൻ്റെ പേരാണ് ദ വാല്യൂ ക്വാഡ്രന്റ്. The value quadrant. The value quadrant. 4 കാര്യങ്ങൾക്കാണ് പ്രീമിയം കസ്റ്റമേഴ്സ് കണ്ണും പൂട്ടി പൈസ എടുത്ത് തരുന്നത്. 4 കാര്യങ്ങൾ. ഈ 4 ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇറസ്പെക്റ്റീവ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്, ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി എത്ര രൂപ വേണേലും തരാൻ പ്രീമിയം കസ്റ്റമേഴ്സ് തയ്യാറാണ്. ഇതാണ് പ്രീമിയം ബിസിനസിന്റെ ഫൗണ്ടേഷൻ. ഈ 4 കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയാൽ ഇത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറായി. കൊടുക്കേണ്ടവർക്ക് കൊടുക്കണേ, ചീഫ് കസ്റ്റമറിനല്ല, കൊടുക്കേണ്ടവർക്ക് ഇത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ യുവർ ലൈഫ് വിൽ ചേഞ്ച്. ഒന്നാമത്തെ ക്വാഡ്രന്റ് ആണ് ഔട്ട്കം. ഔട്ട്കം, റിസൾട്ട്. ഒരു പ്രീമിയം കസ്റ്റമറുടെ മനസ്സിലെ ഏറ്റവും വലിയ ചിന്ത ഇതാണ്: ആം ഐ ഗോയിങ് ടു ഗെറ്റ് ദ ഔട്ട്കം? എനിക്ക് ഇത് വാങ്ങിച്ചാൽ, ഇത് ഉപയോഗിച്ചാൽ ആ റിസൾട്ട് കിട്ടുമോ? ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുമോ? അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. നിങ്ങൾ പ്രോമിസ് ചെയ്യുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ എന്നിലുണ്ടാകുമോ? ആ ഉറപ്പാണ് അവർക്ക് കിട്ടേണ്ടത്. ദാറ്റ് റിസൾട്ട്, അത് കിട്ടും എന്നുറപ്പ്. എന്നെ പോലുള്ള മറ്റുള്ളവർക്ക് ഇത് ഓൾറെഡി കിട്ടിയിട്ടുണ്ടോ? ഇതാണ് അവർ നോക്കുന്നത്. എന്നെ പോലെ സിമിലർ സിറ്റുവേഷനിൽ നിൽക്കുന്നവർക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റോ സർവീസോ ഉപയോഗിച്ചത് കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. നിങ്ങൾ ഈ പറയുന്ന റിസൾട്ട് തന്നെയാണോ എനിക്ക് വേണ്ടത്? ഇതാണ് അവർക്ക് അറിയേണ്ടത്. ഔട്ട്കം ഈസ് നോട്ട് യുവർ ഫീച്ചർ. നിങ്ങളുടെ പ്രൊഡക്റ്റിലും സർവീസിലുള്ള ഫീച്ചേഴ്സ് അല്ല ഔട്ട്കം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ. എന്ത് മാറ്റമാണ് ഈ പ്രൊഡക്റ്റോ സർവീസോ കസ്റ്റമറുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്നത്? അതാണ് അവർക്ക് അറിയേണ്ടത്. ഫീച്ചർ ഈസ് ഇൻ യുവർ പ്രൊഡക്റ്റ്, ഔട്ട്കം ഈസ് ഇൻ ദ ലൈഫ് ഓഫ് യുവർ കസ്റ്റമർ.
ശ്രദ്ധിച്ചു കേട്ടോണം. ഫീച്ചർ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ അകത്താണ്. ഔട്ട്കം എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമറുടെ ജീവിതത്തിലെ മാറ്റമാണ്. നമ്മൾ എപ്പോഴും സെയിൽസിൽ പോയിട്ട് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് ആൻഡ് സർവീസസ്. അവർക്ക് ആ സ്പെക്ക് അല്ല കേൾക്കേണ്ടത്. ഇതിന് ഇത്ര ഹോഴ്സ് പവർ ഉണ്ട്, വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നതാ. അതുകൊണ്ട് നീ പറയുന്നത് നിന്റെ പ്രൊഡക്റ്റിന്റെ ഫീച്ചറാണ്. എത്ര പ്രീമിയം കസ്റ്റമേഴ്സിന് അറിയാം വാട്ട് ഈസ് ഹോഴ്സ് പവർ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം വാട്ട് ഈസ് ഹോഴ്സ് പവർ? എത്ര പേർക്ക് അറിയാം ഇത് 4 GB റാം ആണ്? ഫോൺ എടുക്കാൻ ചെല്ലുമ്പോൾ പറയുന്നതാണ് 4 GB റാം ആണ് സാർ. വാവ്, ഓ അങ്ങനെയാണോ? എന്തുവാ ഇത്? അതുകൊണ്ട് എന്താണ് എനിക്ക് ഗുണം? നിന്റെ പ്രൊഡക്റ്റിൽ 4 GB കാണും, സമ്മതിച്ചു. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇറ്റ് ഫോർ മീ? എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഔട്ട്കം. സ്പീഡ് അവർക്ക് വേണ്ട രണ്ടാമത്തെ കാര്യമാണ് സ്പീഡ്. നിങ്ങൾ പറയുന്നു റിസൾട്ട് കിട്ടുമെന്ന്, അല്ലേ? ഹൗ ക്വിക്ലി ഐ ആം ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. എപ്പോൾ കിട്ടും, എപ്പോൾ കിട്ടും, എപ്പോൾ കിട്ടും? പ്രീമിയം കസ്റ്റമേഴ്സിന്റെ പ്രത്യേകത ഇപ്പം കിട്ടണം, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രീമിയം കസ്റ്റമേഴ്സിന്റെ പ്രത്യേകത ഏതാണ്? അവർക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല, അവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണം. ഇന്ന് തരുമോ? ഇന്ന് എങ്കിൽ തരും. എത്ര രൂപ വേണം? ഇന്ന് വേണം. ഈ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടേ പ്രീമിയം കസ്റ്റമേഴ്സ് അത് സാർ 6 മാസം വെയിറ്റിംഗ് വേണം, അതിവിടെ ഫുൾ പേയ്മെന്റ് റെഡി, എപ്പോൾ തരും? അതാണ് അവർ. ദേ വാണ്ട് സ്പീഡ്. ഒരു പ്രീമിയം കസ്റ്റമറുടെ സെക്കൻഡ് മോസ്റ്റ് പർച്ചേസ് മോട്ടിവേറ്റർ, അവരെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ് സ്പീഡ്. ഒന്നാമത്തത് ഔട്ട്കം, 2 സ്പീഡ്. ഇത് വർക്ക് ആകുന്നതിന് മുന്നേ എത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും? എപ്പോഴെനിക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും? ഒരു റിയലിസ്റ്റിക് ടൈം ലൈൻ എപ്പോഴാണ്? വാട്ട് ഈസ് ദ ടൈം ലൈൻ? ഒരു കാര്യം, പ്രീമിയം കസ്റ്റമറോട് നിങ്ങളൊരു സമയം കമ്മിറ്റ് ചെയ്തിട്ട് ആ സമയത്ത് അത് തീർന്നില്ലെങ്കിൽ, ആ സമയത്ത് തീർത്തു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അവരെ അങ്ങ് മറന്നേരെ. സോ പ്രീമിയം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. കാരണം അവരുടെ എക്സ്പെക്റ്റേഷൻ ടൈമിൻ്റെ കാര്യത്തിൽ ഭയങ്കര പഞ്ച്വലാണ് അവർ. കാരണം അവർക്ക് സമയമാണ് എല്ലാത്തിനേക്കാൾ വലുത്, പൈസ അല്ല, സമയം. ആ സമയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, നിങ്ങളുടെ വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ മറന്നേരവരെ, ഇനി അവരെ നിങ്ങൾക്ക് കിട്ടില്ല. സമയം കൂടും തോറും അവരുടെ ഈ പെയിൻ, ആ പെയിൻ അവർ കൂടുതൽ സമയം ടോളറേറ്റ് ചെയ്യേണ്ടി വരും. അതവർക്ക് ഇഷ്ടമല്ല. പ്രീമിയം കസ്റ്റമർ പ്രീമിയം പ്രൈസ് തരുന്നത് സ്പീഡിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് പരിഹരിക്കണം, പെട്ടെന്ന് നേടണം, അതിനു വേണ്ടിയിട്ടാണ്. ദേ ഹാവ് മണി, വാട്ട് ദേ ഡോണ്ട് ഹാവ് ഇസ് ടൈം. പൈസ ഉണ്ട് അവർക്ക്, അവർക്ക് എന്താ ഇല്ലാത്തത്? സമയം. അവർക്ക് സമയമില്ല. സോ പ്രീമിയം കസ്റ്റമറുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ഇസ് ദെയർ ടൈം. ആ സമയം അവരെ മെനക്കെടുത്താതിരിക്കുക. സോ കൃത്യമായി അവരോട് ടൈം ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതെത്ര സ്പീഡിൽ നിങ്ങൾക്ക് ആ റിസൾട്ടിലേക്ക് അവരെ എത്തിക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ പൈസ നിങ്ങൾക്ക് നേടാൻ പറ്റും. 3, ലൈക്ലിഹുഡ് ഓഫ് സക്സസ്. ലൈക്ലിഹുഡ് ഓഫ് സക്സസ്. ഇത് വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? നിങ്ങൾ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ മേടിക്കും, മറ്റേത് റിസൾട്ട് കിട്ടാനായിരുന്നു ഔട്ട്കം. ഇതെന്താണ്? ഇത് വിജയിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? സെർട്ടനിറ്റി. പ്രീമിയം റിച്ച് കസ്റ്റമേഴ്സിന് എപ്പോഴും വേണ്ടത് സെർട്ടനിറ്റി, ഉറപ്പ് വേണം. അവരെടുക്കുന്ന തീരുമാനം എപ്പോഴും ഏറ്റവും സേഫസ്റ്റ് തീരുമാനമായിരിക്കും അവരെടുക്കുന്നത്. ചീപ്പസ്റ്റ് അല്ല, സേഫസ്റ്റ്. നിങ്ങൾ ഈ അൾട്രാ ലക്ഷറി വണ്ടികളൊക്കെ കണ്ടിട്ടില്ലേ? എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് അവർ ആ വണ്ടി എടുക്കുന്നത്? അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അവരുടെ ജീവന് ഈ പണത്തേക്കാൾ വാല്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ലൈക്ലിഹുഡ് ഓഫ് സക്സസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദം.
അവരെപ്പോഴും നോക്കുന്നത് ഇതിലെന്താ തെറ്റാൻ സാധ്യത. അതുകൊണ്ടാണ് ഇവർ ഈ വില കുറഞ്ഞ സാധനം മേടിക്കത്തില്ല. കാരണം ലൈക്ലിഹുഡ് ഓഫ് സക്സസ് ഈസ് വെരി ലെസ്. അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇവർ ചീപ്പ് പ്രൊഡക്ട്സ് മേടിക്കില്ല. അവര് ഡിഫിക്കൽട്ട് അല്ല, അവർ ഡിഫിക്കൽട്ട് കസ്റ്റമർ അല്ല, ദേ ആർ എഡ്യൂക്കേറ്റഡ്. അവരുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിച്ചതാണ് എന്ത് അങ്ങനെ ചെയ്യരുത് എന്ന്. സോ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റിമോണിയൽസ് ഉപയോഗിക്കേണ്ടത്. ടെസ്റ്റിമോണിയൽസ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ രാവിലെ പറഞ്ഞ പോലെ, ഒരു പ്രീമിയം കസ്റ്റമർക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഗൂഗിളിലല്ല, ഫോൺ എടുത്ത് വെച്ചിട്ട് തൻ്റെ ഏറ്റവും അടുപ്പമുള്ള ഒരാളെ വിളിച്ചിട്ട് പറയും, എടാ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, നിന്റെ വീട്ടിൽ അന്ന് അത് ചെയ്തില്ലായിരുന്നു, ഞാൻ അവിടെ വന്നപ്പോൾ കണ്ടാൽ. ആരാ അത് ചെയ്തേ? ഇതാണ് വേർഡ് ഓഫ് മൗത്ത്. റെഫറലാണ് അവർക്ക് ഏറ്റവും ഈ ഒരു കാര്യത്തിന് അവർക്ക് ആവശ്യം. ലൈക്ലിഹുഡ് ഓഫ് സക്സസ്. ക്വാഡ്രന്റ് നമ്പർ 4, വെരി ഇമ്പോർട്ടൻറ്റ്, എഫേർട്ട്. എഫേർട്ട്. ഞാൻ അതിന് എത്ര എഫേർട്ട് എടുക്കേണ്ടി വരും? എത്ര എഫേർട്ട് കുറയുന്നു അത്രയും പ്രീമിയം കസ്റ്റമേഴ്സിന് സന്തോഷമാണ്. മെനക്കെടാൻ വയ്യ. അവർക്ക് മെനക്കെടാൻ വയ്യാത്തത് രാവിലെ നമ്മൾ പറഞ്ഞ പോലെ ലേസി ആയതുകൊണ്ടല്ല, മടിയന്മാരായതുകൊണ്ടല്ല. ദേ ഹാവ് വെരി അതർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഡു ഇൻ ദയർ ലൈഫ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മളിപ്പോൾ കൊച്ചിയിൽ നിൽക്കുകയാണ്. ഓക്കെ, കൊച്ചി. നമുക്ക് ഒന്ന് മുംബൈയിലെത്തണം. മുംബൈ ഷുക്കൂറിക്ക, നമുക്ക് കൊച്ചിയിൽ നിന്ന് മുംബൈയിലെത്തണം. നമ്മളൊരു ബിസിനസ് ട്രിപ്പിന് വേണ്ടി പോവാം. ഓക്കെ, ഇവിടെ നമ്മളുടെ മുന്നിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് ബോട്ട്. ബോട്ടിൽ പോവാം. അതിൻ്റെ അകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ബോട്ട് അവർ തുഴയുന്ന ബോട്ടുണ്ട്, നമ്മൾക്ക് തുഴയാൻ പറ്റുന്ന ബോട്ടുണ്ട്. നമ്മൾ തന്നെ ചവിട്ടി ചവിട്ടി പോവാം. 2, അവർ ചവിട്ടി കൊണ്ടുപോയിക്കും. അതാണ് ഒരു ഓപ്ഷൻ. ഒന്ന് ബോട്ട്. 2 ബസ്. 3 ട്രെയിൻ. 4 ഫ്ലൈറ്റ്. 4 ഓപ്ഷൻ. ഒന്ന് ബോട്ട്, 2 ബസ്, 3 ട്രെയിൻ, 4 ഫ്ലൈറ്റ്. ഔട്ട്കം, കൊച്ചിയിൽ നിന്ന് മുംബൈക്ക് പോകണം. എത്തുമോ? ബോട്ട് എത്തിയാൽ എത്തി. അതുകൊണ്ടാണ് ആരും ബോട്ടേ പോവാത്തത്. കാരണം എന്താ? ചവിട്ടിപ്പറിച്ച്. രണ്ടാമത്തെ പ്രശ്നമുണ്ട്, എഫേർട്ട്. നമ്മളിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കണം. 3, സമയം. അവിടെ എത്തുമ്പോൾ 1 മാസം കഴിയും. ലൈക്ലിഹുഡ് ഓഫ് സക്സസ്, എത്തിയാ എത്തി. അതുകൊണ്ടാണ് ബോട്ട് നമ്മൾ സെലക്ട് ചെയ്യാത്തത്. ഇനി ബസ്. ഇവിടുന്ന് പോകണമെങ്കിൽ 2 ദിവസം വേണം അവിടുത്തെ. ഇന്ന് വൈകിട്ട് കയറിയാൽ നാളെ വൈകുന്നേരം അവിടെ എത്തത്തുള്ളൂ. ഈ 24 മണിക്കൂർ നമ്മൾ ഇതിൻ്റെ അകത്ത് കുത്തിപ്പിടിച്ചിരിക്കണം. 24 മണിക്കൂർ സമയമെടുക്കും അവിടെ എത്താൻ. എത്തുവോ? ബസ്സാണ്, ഡ്രൈവറാണ്, അവനാ ഓടിക്കുന്നത്. അവൻ രാത്രിയൊക്കെ ഉറക്കം നിന്ന് ഓടിക്കുന്നതാ. എത്തും. എത്രയോ അപകടങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. പ്രീമിയം കസ്റ്റമേഴ്സ് ചിന്തിക്കുന്ന കാര്യമാണ് പറഞ്ഞു. അടുത്ത ട്രെയിൻ. കുഴപ്പമില്ല, ഇന്ന് കയറാം. പക്ഷെ അവിടെയും ഈ പറയുന്ന ഒരു 18 മണിക്കൂർ സമയമെടുക്കും ട്രെയിൻ. ട്രെയിനാണ്, കുറേ നേരം വെറുതെ ഇരിക്കണം, സമയം കാര്യങ്ങളൊക്കെ. അതേസമയം ഫ്ലൈറ്റ് ഈ പറഞ്ഞ എല്ലാത്തിനേക്കാളും 2, 3, 5, 10 ഇരട്ടി റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഔട്ട്കം എത്തുവോ? ഉറപ്പ്. സ്പീഡ് 3 മണിക്കൂർ. ലൈക്ലിഹുഡ് ഓഫ് സക്സസ്, എഫേർട്ട് ഒന്നുമില്ല, കയറിയിരിക്കുക, പോവാം. 2 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. ഈ 4-ൽ ഒന്നെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ that will be your biggest uniqueness and that is the point of selling premium. This is premium selling secrets. നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെ നിങ്ങൾക്ക് ഗ്യാരണ്ടി കൊടുക്കാം, എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കാണിച്ചു കൊടുക്കാം, എങ്ങനെ നിങ്ങൾക്ക് 100% അഷുറൻസ് കൊടുക്കാം, നിങ്ങൾ പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് തീർത്തു കൊടുക്കുമെന്ന് എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാം, എത്ര സ്പീഡ് കൂട്ടാം. 3, അവരെ മെനക്കെടുത്തിക്കാതിരിക്കുക. അവരെ മെനക്കെടുത്തിക്കാതിരിക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയാൽ
പ്രീമിയം കസ്റ്റമറിന് ഇത് മതി, ആൻഡ് ദേ ആർ റെഡി ടു പേ യു എനിത്തിങ് ഫോർ ദീസ് 4 ഫീച്ചേഴ്സ്. ഈ 4 കാര്യത്തിന് അവരെന്തും തരും. കാരണം ഇതാണ് അവരുടെ ഏറ്റവും വലിയ പെയിൻ. നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും അല്ല, അവരുടെ ഏറ്റവും വലിയ പെയിൻ ഇതൊക്കെയാണ്.